ആകാശ രഹസ്യങ്ങളും ചന്ദ്രനിലെ നിഗൂഢതകളും തേടി ലോകരാജ്യങ്ങൾ കുതിക്കുമ്പോൾ ചൈനയുടെ യാത്ര ഭൂമിയുടെ ആഴങ്ങളിലേക്കാണ്. സൂര്യപ്രകാശമില്ലാത്ത ഇരുണ്ട ഗുഹകളിൽ നിശബ്ദതയും ഒറ്റപ്പെടലും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ചന്ദ്രനിലെ ജീവിതത്തിന്റെ പരീക്ഷണമാണ് ചൈനീസ് ബഹിരാകാശ യാത്രികർ നേരിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കേൾക്കുമ്പോൾ വിരോധാഭാസമായി തോന്നാമെങ്കിലും ഈ പരീക്ഷണം യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ കഠിനമായ പരിതസ്ഥിതിയെ നേരിടാൻ മനുഷ്യനെ മാനസികമായും ശാരീരികമായും പാകപ്പെടുത്തുന്ന അതീവ പ്രധാനമായ ദൗത്യം തന്നെയാണ്. ഈ ലക്ഷ്യത്തോടെ ടൈക്കോനോട്ടുകൾ എന്നറിയപ്പെടുന്ന 28 ചൈനീസ് ബഹിരാകാശ യാത്രികരെ രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചോങ്ക്വിങ്ങിലെ വിലോങ് ദേശീയോദ്യാനത്തിലെ വിദൂര കാർസ്റ്റ് ഗുഹകളിലേക്ക് അയച്ചു. ചൈനയുടെ നിർണായകമായ ഒരു പരീക്ഷണമായിരുന്നു ഇത്. ചുണ്ണാമ്പുകല്ലിൽ രൂപപ്പെട്ട ഈ ഗുഹകൾ പ്രകൃതിദത്തമായി ഇരുണ്ടതും ഒറ്റപ്പെട്ടതും മനുഷ്യജീവിതത്തിന് അസൗകര്യങ്ങൾ നിറഞ്ഞതുമാണ്. ഏകദേശം ഒരാഴ്ച നീണ്ടുനിന്ന ഈ പരിശീലനത്തിൽ ബഹിരാകാശ യാത്രികരെ 4 സംഘങ്ങളായി വിഭജിച്ച് 6 പകലും 5 രാത്രിയും ഏതാണ്ട് പൂർണ്ണമായ ഇരുട്ടിലും പരിമിത വിഭവങ്ങളോടെയും കഴിയാൻ നിർബന്ധിച്ചു. ചന്ദ്രനിലെ യഥാർത്ഥ ദൗത്യത്തിൽ മനുഷ്യർ നേരിടേണ്ടി വരുന്ന അവസ്ഥകളുടെ ഒരു ചെറുപതിപ്പായിരുന്നു ഇത്. ഗുഹകളുടെ ഉള്ളിൽ ടൈക്കോനോട്ടുകൾ നേരിട്ട സാഹചര്യങ്ങൾ ചന്ദ്രന്റെ പരിതസ്ഥിതിയെ അനുകരിക്കുന്നവയായിരുന്നു. വെളിച്ചത്തിന്റെ കടുത്ത കുറവ്, താപനിലയിലെ മാറ്റങ്ങൾ, പുറത്തുള്ള ലോകവുമായുള്ള ബന്ധം കുറഞ്ഞ അവസ്ഥ, വെള്ളവും വായുവും പോലെയുള്ള അടിസ്ഥാന വിഭവങ്ങളുടെ കർശനമായ നിയന്ത്രണം തുടങ്ങിയ ചന്ദ്രദൗത്യങ്ങളിൽ സാധാരണയായി നേരിടേണ്ടി വരുന്ന ഘടകങ്ങളാണ്. ചന്ദ്രനിൽ ഒരു ദിവസം ഏകദേശം 14 ഭൗമദിനങ്ങൾ നീണ്ടു നിൽക്കുകയും രാത്രികാല താപനില -130°C വരെ താഴുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം പരിശീലനങ്ങൾ മനുഷ്യന്റെ സഹനശേഷി പരീക്ഷിക്കുന്നവയാണ്. പരിശീലനത്തിനിടെ ബഹിരാകാശ യാത്രികർ പാറക്കെട്ടുകളിൽ നിന്ന് കയറുകൾ ഉപയോഗിച്ച് ഇറങ്ങൽ, ഗുഹയുടെ ഉള്ളറകൾ സർവേ ചെയ്ത് മാപ്പ് തയ്യാറാക്കൽ, പരിമിതമായ വായുവും വെള്ളവും കൈകാര്യം ചെയ്ത് ജീവൻ നിലനിർത്തൽ തുടങ്ങിയ ദൗത്യങ്ങൾ നിർവഹിച്ചു. ഇവയെല്ലാം ചന്ദ്രന്റെ ഗർത്തങ്ങളിലൂടെയും അസമമായ ഭൂപ്രകൃതികളിലൂടെയും സഞ്ചരിക്കേണ്ടി വരുന്ന ഭാവിയിലെ ചാന്ദ്രദൗത്യങ്ങൾക്ക് നേരിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. പ്രത്യേകിച്ച് ഗുഹാ മാപ്പിംഗ് പോലെയുള്ള പ്രവർത്തനങ്ങൾ ചന്ദ്രനിലെ ഭൂഗർഭ ആവാസ വ്യവസ്ഥകൾ കണ്ടെത്താനും അവിടെ മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഇടങ്ങൾ തിരഞ്ഞെടുക്കുവാനും സഹായിക്കും. ഈ അപൂർവ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് എഗ്വാങ് ഹു ആയിരുന്നു. ഷെൻഷോ 14 ദൗത്യത്തിൽ പങ്കെടുത്ത അനുഭവസമ്പന്നനായ ബഹിരാകാശ യാത്രികനും 2016 യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ കേവ്സ് ഗുഹാ പരിശീലനത്തിൽ പങ്കെടുത്തയാളുമാണ് എഗ്വാങ് ഹു. ഗുഹകളിലെ പരിശീലനം വെറും ശാരീരിക പരീക്ഷണമല്ലെന്നും ദീർഘകാല ഒറ്റപ്പെടൽ, ആശയവിനിമയ വൈകല്യം, തീരുമാനമെടുക്കേണ്ടി വരുന്ന സമ്മർദ്ദം തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നേരിടാൻ ഇത് നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പരിശീലനം ചൈനയുടെ വളരുന്ന മനുഷ്യ ബഹിരാകാശ പരിചയത്തിന്റെ ഭാഗമാണ്. 2021 മുതൽ ചൈന സ്വന്തം ബഹിരാകാശ നിലയത്തിലേക്ക് നിരവധി ക്രൂ ദൗത്യങ്ങൾ വിജയകരമായി നടത്തിക്കഴിഞ്ഞു. 2024 നടന്ന ചാങ് 6 ദൗത്യം ചന്ദ്രന്റെ മറുവശത്ത് നിന്ന് സാമ്പിളുകൾ ഭൂമിയിലെത്തിച്ചതോടെ ചന്ദ്രപരിവേഷണത്തിൽ ചൈന കൈവരിച്ച മുന്നേറ്റം ലോകശ്രദ്ധ ആകർഷിച്ചു. ഇപ്പോൾ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം ഉറച്ചു നീങ്ങുകയാണ്. ചന്ദ്രനിലെ ശക്തമായ വികിരണങ്ങളിൽ നിന്നും സൂക്ഷ്മ ഉൽക്കകളിൽ നിന്നുമുള്ള ഭീഷണികൾ ഒഴിവാക്കാൻ ഭൂഗർഭ ആവാസ വ്യവസ്ഥകൾ നിർമ്മിക്കണമെന്നത് ചൈനയുടെ ദീർഘകാല ചാന്ദ്രതന്ത്രങ്ങളിൽ ഒന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഗുഹാ പരിശീലനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. റഷ്യയുമായും മറ്റ് പങ്കാളികളുമായും ചേർന്ന് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ലൂണർ റിസർച്ച് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം അഭ്യാസങ്ങൾ നടക്കുന്നത്. 2030 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു നിർണായക ഘട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികൾ ഭൂമിയിലെ അനലോഗ് മിഷനുകൾ ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികരെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഹവായിയിലെ നാസയുടെ ഹൈസീസ് പോലെയുള്ള പദ്ധതികളിൽ നിന്നുള്ള അനുഭവങ്ങളാണ് ചൈനയുടെ ഈ ഗുഹാ പരിശീലനത്തിനും പ്രചോദനമാകുന്നത്. യഥാർത്ഥ ദൗത്യങ്ങളിൽ അതിജീവിക്കുക മാത്രമല്ല, അത്യന്തം കടുത്ത സാഹചര്യങ്ങളിലും ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന മനുഷ്യരെ സൃഷ്ടിക്കുകയാണ് ഇത്തരം പരിശീലനങ്ങളുടെ ലക്ഷ്യം. 2026 ചന്ദ്രനിലേക്ക് സ്വകാര്യ കമ്പനികളുടെ നിരവധി ദൗത്യങ്ങൾ ഉണ്ടാകും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശാസ്ത്രീയ ഗവേഷണം, പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കൽ, ഭാവിയിലെ മനുഷ്യ ദൗത്യങ്ങൾക്കായി തയ്യാറെടുക്കൽ എന്നിവ ലക്ഷ്യമിട്ടായിരിക്കും ഈ ദൗത്യങ്ങൾ. 2026 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഒരു ദൗത്യം അയക്കാൻ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ തയ്യാറെടുക്കുകയാണ്. കമ്പനി ഒരു ന്യൂ ഗ്ലെൻ റോക്കറ്റിൽ ബ്ലൂ മൂൺ മാർക്ക് 1 ലാൻഡർ വിക്ഷേപിക്കും. ചന്ദ്രനിലെ പൊടിയും ഉപരിതലവും പഠിക്കുന്നതിനുള്ള നാസ പേലോഡ് ഈ ദൗത്യത്തിൽ ഉൾപ്പെടും. ജലഹിമത്തിന്റെ സാധ്യത കാരണം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം ഗവേഷണ രംഗത്ത് സുപ്രധാനമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ചന്ദ്രനിലേക്കുള്ള ഭാവിയിലെ മനുഷ്യചരക്ക് ദൗത്യങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകളും ഈ ദൗത്യം പരീക്ഷിക്കും. 2026 ഫയർഫ്ലൈ എയറോസ്പേസ് ചന്ദ്രന്റെ മറുവശത്ത് ലാൻഡിംഗ് നടത്താനും പദ്ധതിയിടുന്നുണ്ട്. കമ്പനിയുടെ ബ്ലൂ ഗോസ്റ്റ് M2 ദൗത്യം സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിക്കുക. ഇതുവരെ അധികം പഠിച്ചിട്ടില്ലാത്ത ചന്ദ്രന്റെ ഒരു മേഖലയിലാണ് ഈ ദൗത്യം ലാൻഡ് ചെയ്യുന്നത്.